നമസ്കാരം, ഞാൻ സന്തോഷ് ടൂൾ വണ്ടി ഗരാഷ്യൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ പല റീലുകളും ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഈ ഗാരേജായിട്ട് ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രശ്നങ്ങളിലേക്ക് ആഴത്തിലിറങ്ങുന്നതിന് മുമ്പ് എത്ര തരത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് ഈ വർക്ക്ഷോപ്പുകളെ നോക്കിക്കാണുന്നത് നമുക്കൊന്ന് അവലോകനം ചെയ്ത് നോക്കാം. അതായത് നമുക്കറിയാം, ഒരുപാട് വർക്ക്ഷോപ്പുകളിൽ ഒരാൾ തനിച്ച് ചെയ്യുന്ന വർക്ക്ഷോപ്പുകളുണ്ട്, ഒരാളുടെ കീഴിൽ കുറച്ചധികം ടെക്നീഷ്യന്മാരായിട്ട് ചെയ്യുന്ന വർക്ക്ഷോപ്പുകളുണ്ട്. അതുകൂടാതെ ഇതിലൊരു ഇൻവെസ്റ്റ് ചെയ്യുകയും ഒരു പരിധി വരെ അതിൻ്റെ ഉടമസ്ഥൻ ചിലപ്പോൾ അവിടെ ഉണ്ടാവും, ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല, ഇല്ലാതൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പുകളുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ മേഖലകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ വർക്ക്ഷോപ്പുകളും സ്വയം പര്യാപ്തമായ രീതിയിലാണ് വർക്ക് ചെയ്തു പോകുന്നത്. അതിൻ്റെ വിശദീകരിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു വർക്ക്ഷോപ്പ് സ്ഥാപിക്കുകയും അവിടേക്ക് ആവശ്യമുള്ള ആളുകൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ സമീപിക്കുകയും അവർക്ക് നമ്മൾ സേവനം നൽകുകയും അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ നമ്മളുടെ വാഹന സംബന്ധമായ പല ബിസിനസ്സുകൾ അവിടെ നിന്ന് നമുക്ക് കിട്ടും, ആ വരുമാനവും നമുക്ക് ലഭിക്കും. നമ്മൾ ഈ സ്വയം തൊഴിൽ എന്ന പോലെ നോക്കി കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ തൊഴിൽ കൊടുക്കുന്നു, അതിലുള്ള തൊഴിലിൻ്റെ വരുമാനം നമ്മൾ എടുക്കുന്നു. നമ്മുടെ ഒരു പരിധി വരെ നമ്മളുടെ ഒരു 70% വർക്ക്ഷോപ്പുകളും ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു എംപ്ലോയി സ്റ്റാറ്റസിൽ തന്നെയാണ് അപ്പോഴും നിൽക്കുന്നത്. നമ്മൾ തൊഴിൽ ചെയ്യുന്നു, നമുക്ക് വരുമാനം കിട്ടുന്നു. ആ രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ടാവും, വളരുന്നവരുണ്ടായിരിക്കാം. പക്ഷെ എല്ലാവർക്കും ആ രീതിയിൽ വളരാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പം എൻ്റെ ഒരു ടാർഗറ്റഡ് കസ്റ്റമർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു കസ്റ്റമറിന് ഞാൻ സേവനം കൊടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് അവരിലൂടെ വളരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇതിൻ്റെ ഒരു 30% ആളുകൾ ഇതൊരു ബിസിനസ് മെൻറ്റാലിറ്റിയിൽ കാണുന്നുണ്ട്. എന്താണ് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു സേവനമോ സാധനമോ ഒരാൾക്ക് കൊടുക്കുകയും അതിൽ നിന്ന് നമ്മൾ ന്യായമായ ഒരു ലാഭം എടുക്കുകയും അതിലൂടെ നമ്മൾ വളരുകയും ചെയ്യുന്നതാണ് ബിസിനസ്. ഒരു ബിസിനസ്സിലേക്ക് ഒരാൾക്ക് നേരിട്ട് അതിൽ വർക്ക് ചെയ്തുകൊണ്ട് ബിസിനസ് നടത്താം, നേരത്തെ പറഞ്ഞ സ്വയം തൊഴിൽ. അതല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ശേഷവും നമുക്കത് നടത്തിക്കൊണ്ട് പോകാം. അപ്പോൾ ടൂൾ വണ്ടി ടാർഗറ്റഡ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഗറാഷ് മേഖലയെ ഒരു ബിസിനസ് ആയിട്ട് കാണുന്നവരെ മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ടാകാം, പക്ഷെ നമ്മൾ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഗറാഷിനെ ഒരു ബിസിനസ്സായി കാണുന്നവരാണ് നമ്മൾ ആ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ കൂടുതലായും അഡ്രസ്സ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ തിരിച്ചറിയണം. ആർക്കൊക്കെയാണ് നിങ്ങളുടെ സേവനങ്ങൾ ആവശ്യമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം മാത്രം സർവീസുകൾ കൊടുക്കണം.